മലപ്പുറം കൊണ്ടോട്ടിയിൽ 4 വയസ്സുകാരൻ മരിച്ചത് അനസ്തേഷ്യ നൽകുന്നതിലെ പിഴവിനെ തുടർന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്. അനസ്തേഷ്യ നൽകുന്നതിൽ മാനദണ്ഡം പാലിച്ചില്ല എന്നാണ് പ്രാഥമിക റിപ്പോർട്ടിലെ പരാമർശം. ജൂൺ 1-നാണ് കൊണ്ടോട്ടി മേഴ്സി ആശുപത്രിയിൽ വെച്ച് അരിമ്പ്ര സ്വദേശി നിസാറിന്റെ മകൻ മുഹമ്മദ് ഷാനിൽ മരിച്ചത്. ഈ മാസം 1-നാണ് വായിൽ കമ്പ് തട്ടിയുണ്ടായ മുറിവുമായി 4 വയസ്സുകാരനായ മുഹമ്മദ് ഷാനിലിനെ കൊണ്ടോട്ടി മേഴ്സി ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. ഉടൻ ശസ്ത്രക്രിയക്ക് വിധേയനാക്കി. കുഞ്ഞു മരിച്ച വിവരം ഏറെ വൈകിയാണ് കുടുംബത്തെ അറിയിച്ചതെന്ന് ബന്ധുക്കൾ പറഞ്ഞു. വർഷങ്ങളുടെ കാത്തിരിപ്പിനൊടുവിൽ ജനിച്ച ഏക മകനായിരുന്നു ഷാമിൽ. എൻ്റെ കുട്ടി എൻ്റെ അടുത്ത് നിന്ന് പോണ സമയത്ത് ഒരു അസുഖം എൻ്റെ കുട്ടിക്കില്ല. ഒരു പനിയോ ഒരു ജലദോഷമോ ഒന്നുമില്ലാത്തൊരു കുട്ടിയാണ് എൻ്റെ അടുത്തുനിന്ന് പോയത്. എൻ്റെ അടുത്തുനിന്ന് പോണ സമയത്ത് എൻ്റെ കുട്ടി ചിരിച്ചാണ് ഉമ്മച്ചിയെന്ന് വിളിച്ച് പോയ കുട്ടിയാണത്. പിന്നെ ഞാൻ കേൾക്കണ എൻ്റെ കുട്ടി മരിച്ചു എന്നാ. അനസ്തേഷ്യ നൽകിയതിന് പിന്നാലെയാണ് മരണമെന്നാണ് പ്രാഥമിക പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്. ആമാശയത്തിൽ ദഹിക്കാത്ത ഭക്ഷണമുണ്ടായിരുന്നു. മയക്കുന്നതിന് മുൻപ് മാനദണ്ഡങ്ങൾ പാലിച്ചില്ലെന്നാണ് പോസ്റ്റ്മോർട്ടം നടത്തിയ ഡോക്ടേഴ്സിന്റെ നിഗമനം. ഡോക്ടർമാർ കൊന്ന്, ഞാൻ അതേ പറയുള്ളൂ. എൻ്റെ കുട്ടീനെ ഡോക്ടർമാർ കൊന്ന്, അല്ലാതെ എൻ്റെ കുട്ടിക്ക് അല്ലാത്തൊരു അസുഖം ഒന്നുമില്ല. അങ്ങനെ ഡോക്ടർമാർ പറയണേ ഓരോരുത്തർ സംഭവിച്ചിട്ടില്ല. പിന്നെ ഇങ്ങനെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ അങ്ങനെ വരില്ലല്ലോ. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിന്റെ പൂർണ്ണരൂപം അടുത്ത ദിവസം പുറത്തുവരും. പോസ്റ്റ്മോർട്ടം നടത്തിയ ഡോക്ടർമാരുടെ മൊഴി അന്വേഷണ സംഘം രേഖപ്പെടുത്തും. അന്വേഷണം പൂർത്തിയായാൽ കൂടുതൽ വകുപ്പുകൾ ചേർക്കുന്ന കാര്യവും ആലോചിക്കുന്നുണ്ട്. കൊണ്ടോട്ടി ഡിവൈഎസ്പിക്കാണ് അന്വേഷണ ചുമതല. 24 മലപ്പുറം.